നമസ്കാരം. ആഗോള പ്രതിരോധ മേഖലയിൽ നിന്നും പാകിസ്ഥാന് വൻ തിരിച്ചടി നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പാകിസ്ഥാൻ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചൈനയുമായി ചേർന്ന് നിർമ്മിച്ച JF-17 തണ്ടർ യുദ്ധവിമാനങ്ങൾ സൗദി അറേബ്യയ്ക്ക് വിൽക്കാനുള്ള $4 ബില്യൺ കരാർ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അമേരിക്കയുടെ സമ്മർദ്ദവും വിമാനത്തിന്റെ കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യയുമാണ് ഈ പിന്മാറ്റത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സൈനിക മേധാവി അസിം മുനീറിനും പാകിസ്ഥാൻ ഭരണകൂടത്തിനും ഇത് ഒരു വലിയ നയതന്ത്ര പരാജയമായി മാറുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന പാകിസ്ഥാന് ഈ കരാർ വെറുമൊരു ആയുധ കച്ചവടം മാത്രമായിരുന്നില്ല. സൗദി അറേബ്യ പാകിസ്ഥാന് നൽകിയിട്ടുള്ള ഏകദേശം $2 മുതൽ $4 ബില്യൺ വരെയുള്ള കടം ഈ വിമാനങ്ങൾ നൽകുന്നതിലൂടെ വീട്ടാം എന്നതായിരുന്നു പാകിസ്ഥാന്റെ പ്ലാൻ. അതായത് കയ്യിൽ നിന്ന് പണം പോകാതെ തന്നെ കടം തീർക്കാനും ഒപ്പം തങ്ങളുടെ ആയുധ നിർമ്മാണ മേഖലയ്ക്ക് ലോകത്തിന് മുന്നിൽ അംഗീകാരം നേടിക്കൊടുക്കാനും അസിം മുനീറും സംഘവും ശ്രമിച്ചു. എന്നാൽ ഈ കടം ആയുധ കൈമാറ്റ പദ്ധതിക്കാണ് ഇപ്പോൾ ചുവപ്പുകൊടി വീണിരിക്കുന്നത്. ഈ കരാർ തകരാൻ പ്രധാന കാരണം അമേരിക്കയുടെ ശക്തമായ ഇടപെടലാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ച് ട്രംപ് ഭരണകൂടം അധികാരത്തിൽ വന്നതോടെ അമേരിക്കൻ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ അവർ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലാണ്. സൗദി അറേബ്യ നിലവിൽ അമേരിക്കയുടെ പക്കൽ നിന്ന് അത്യാധുനികമായ F-35 വിമാനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചൈനീസ് നിർമ്മിത വിമാനങ്ങൾ സൗദി സൈന്യത്തിന്റെ ഭാഗമായാൽ അത് അമേരിക്കൻ പ്രതിരോധ രഹസ്യങ്ങൾ ചോരാൻ കാരണമാകുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. നിങ്ങൾ പാകിസ്ഥാന്റെ ചൈനീസ് വിമാനങ്ങൾ വാങ്ങിയാൽ ഞങ്ങളുടെ സാങ്കേതിക വിദ്യ തരില്ല എന്ന പരോക്ഷമായ താക്കീതാണ് സൗദിയെ പിന്നോട്ട് വലിച്ചത്. വെറും രാഷ്ട്രീയം മാത്രമല്ല, JF-17 വിമാനങ്ങളുടെ കാര്യക്ഷമതയും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അമേരിക്കയുടെയും യൂറോപ്പിന്റെയും പക്കലുള്ള അത്യാധുനിക റഫേൽ അല്ലെങ്കിൽ F-16 വിമാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ JF-17 വളരെ പിന്നിലാണെന്ന അഭിപ്രായം സൗദി സൈനിക ഉദ്യോഗസ്ഥർക്കിടയിലുണ്ട്. ഇതിലെ എഞ്ചിൻ തകരാറുകളും റഡാർ സംവിധാനങ്ങളുടെ പോരായ്മകളും പല രാജ്യങ്ങളും നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. ആധുനിക യുദ്ധമുഖത്ത് ഇത്തരം വിമാനങ്ങൾ എത്രത്തോളം ഫലപ്രദമാകും എന്ന കാര്യത്തിൽ സൗദിക്ക് വലിയ ആശങ്കയുണ്ട്. ചുരുക്കത്തിൽ ചൈനയെ കൂട്ടുപിടിച്ച് ലോകവേദിയിൽ തങ്ങളുടെ കരുത്ത് തെളിയിക്കാം എന്ന പാകിസ്ഥാന്റെ മോഹങ്ങൾക്കാണ് ഇവിടെ തിരിച്ചടി ഏറ്റിരിക്കുന്നത്. ഇന്ത്യയുമായുള്ള മത്സരത്തിൽ തങ്ങളുടെ പ്രതിരോധ വിപണി വളർത്താൻ ശ്രമിച്ച അസിം മുനീറിനും ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നാണക്കേടായി. സൗദി അറേബ്യയെപ്പോലെ അടുത്ത സുഹൃത്ത് പോലും ഈ യുദ്ധവിമാനങ്ങളെ വിശ്വസിക്കുന്നില്ല എന്ന സന്ദേശം മറ്റ് രാജ്യങ്ങളെയും ഈ വിമാനങ്ങളിൽ നിന്ന് അകറ്റാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ പാകിസ്ഥാൻ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്ക് കണ്ടറിയാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നന്ദി.